بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഉസൂലു അസ്സലാസ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പുസ്തകമാണ്. വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല. മൂന്ന് തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ, അത് ഖബറിൽ ചോദിക്കാൻ പോകുന്ന മൂന്ന് ചോദ്യങ്ങളാണ്. നിന്റെ റബ്ബ് ആരാണ്, നിന്റെ ദീന് ഏതാണ്, നിന്റെ നബി ആരാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അറിയണം. നമുക്കതിൻ്റെ വിജ്ഞാനം ഉണ്ടാകണം. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈമാനിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈമാൻ കൂടുന്നും പഠിച്ചു, കുറയുന്നും പഠിച്ചു. അതിൻ്റെ തെളിവുകളും പഠിച്ചു. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള തെളിവുകളും പഠിച്ചു. ഈമാൻ കൂടുന്നത് അത് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴാണ് ഈമാൻ കൂടുക എന്നും, അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് വരുമ്പോഴാണ് ഈമാൻ കുറയുക എന്നും നമ്മൾ പഠിച്ചു. ഇനി ഗ്രന്ഥകാരൻ പറഞ്ഞത് ഈമാനിന് 6 സ്തംഭങ്ങളുണ്ട്. അപ്പോൾ ആ സ്തംഭങ്ങളാണ്, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്തംഭങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് ആ ഈമാൻ്റെ നഷ്ടത്തിന് കാരണമാവും. ആ സ്തംഭങ്ങളാണ് 6 സ്തംഭങ്ങളുണ്ട്. ഒന്നാമത്തെ തൂണ് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിന് 3 ഇനങ്ങളുണ്ട്. അത് തൗഹീദാണ്, അള്ളാഹുവിനെ ഏകനാക്കൽ, തൗഹീദ്. അത് 3 ഇനങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹു ഏകനാണ്, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവൻ്റെ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മാഉ സിഫാത്തിലോ, അതായത് പേരിലും ഗുണവിശേഷങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് റുബൂബിയത്ത്, എന്താണ് ഉലൂഹിയത്ത്, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണവിശേഷങ്ങളും. അതിലൊന്നും ആർക്കും പങ്കില്ല, അള്ളാഹു ഏകനാണ്. രണ്ടാമത്തെ സ്തംഭം അത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അവർ അദൃശ്യമാണ്. അള്ളാഹു അവരെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനും അവൻ്റെ കൽപ്പനകൾ നിറവേറ്റാനുമാണ്. മലക്കുകൾ വിവിധ ഇനങ്ങളുണ്ട്. അവരുടെ കർമ്മങ്ങളനുസരിച്ച്, അവർക്ക് കൊടുത്ത കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം അനുസരിച്ചും അവർ അത് നടപ്പിലാക്കുന്നതും അനുസരിച്ച് അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ, അവരോട് എന്താണോ കൽപ്പിച്ചത് അത് അവർ അനുസരണയോടെ ചെയ്യും. അവരിൽ ചിലർക്ക് വഹിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് കൊടുത്തത്. അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മലക്കുകളിൽ വെച്ച് ഏറ്റവും ആദരണീയനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. വിശ്വസ്തനായ റൂഹാണ്, ശക്തിയുള്ള മലക്കാണ്. പിന്നെ ചിലർക്ക് അള്ളാഹുവിൻ്റെ അർശ് ചുമക്കാൻ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ലസീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു. ആ മലക്കുകൾ അവർ അള്ളാഹുവിൻ്റെ അർശ് ചുമക്കുന്നു, ആ മലക്കുകളുടെ അതിനെ ചുറ്റുമുള്ളവർ. ഇത് സൂറത്തുൽ ഗാഫിർ 40-ാം അധ്യായം 7-ാം വചനം. അള്ളാഹു പറയുകയും ചെയ്തു, വൽ മലക്കു അലാ അർജായിഹ വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും യൗമൈദിൻ സമാനിയത്തുൻ. മലക്കുകൾ അതിൻ്റെ ചുറ്റുവട്ടത്തുമുണ്ട്. 8 മലക്കുകൾ ആ ദിവസം നിന്റെ റബ്ബിൻ്റെ അർശ് ചുമക്കുന്നതാണ് അവരുടെ മുകളിൽ. അർശിന അതിൻ്റെ അർത്ഥം സിംഹാസനം എന്നാണ് അർത്ഥം. ഇത് സൂറത്തുൽ ഹഖാഖ് 69-ാം അധ്യായം 17-ാം വചനാണ്. സിംഹാസനം അള്ളാഹുവിൻ്റെ
സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്തായതാണ്. അതിൻ്റെ മഹത്വം അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. മലക്കുകൾ അത് ചുമക്കുന്നു. ഇത് തെളിവാണ് മലക്കുകളുടെ മഹത്വത്തിനും അവരുടെ ശക്തിയുടെ മഹത്വത്തിനും. അള്ളാഹു പറഞ്ഞു, അൽഹംദുലില്ലാഹിൽ ഫാത്തിരിസ് സമാവാതി വൽ അർളി ജായിലിൽ മലായികത്തി റുസൂലൻ ഊലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാ യസീദു ഫിൽ ഹൽക്കി മായഷാ. ഇത് സൂറത്ത് ഫാത്തിർ 35 അധ്യായം 1 വചനാണ്. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവ്. മലക്കുകളെ ഈ രണ്ടും മുമ്മൂന്നും നന്നാലും ചിറകുകളുള്ള ദൂതന്മാരാക്കിയിട്ടുള്ളവൻ. സൃഷ്ടിയിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അവരിൽ 600 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാം പോലത്തെ മലക്കുകളുണ്ട്. അവരുടെയൊക്കെ മഹത്വം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ, ബൽ ഇബാദുൻ മുക്രമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബി അംരിഹി യഅമലൂൻ. അവര് ആദരണീയരായ അടിമകളാണ്. അള്ളാഹു സംസാരിക്കാതെ അവർ സംസാരിക്കുകയില്ല. അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നു. സൂറത്ത് അംബിയ 21 അധ്യായം 26, 27 വചനങ്ങളാണ്. പിന്നെ മലക്കുകളുണ്ട് ഭൂമിയിലെ ജീവനും അതേപോലെ മരങ്ങളുടെ ജീവനും. അതാണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള മലക്കുകൾ. അതാണ് മീഖായിൽ. പിന്നെ കാഹളത്തിൽ ഊതുന്ന മലക്കുണ്ട്, അതാണ് ഇസ്രാഫീൽ. കാഹളത്തിൽ ഊതി എല്ലാം നശിപ്പിക്കും. അള്ളാഹു പറഞ്ഞു, വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ്. കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബോധം കെട്ട് അഥവാ മരണമടഞ്ഞ് പോകുന്നതാണ്. ഇത് സൂറത്ത് സുമർ 39 അധ്യായം 68 വചനാണ്. പിന്നെ രണ്ടാമത് അദ്ദേഹം കാഹളത്തിൽ ഊതും. അപ്പോൾ ആത്മാക്കളെല്ലാം ശരീരത്തിലേക്ക് പറന്നു പോകും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. പിന്നീട് അതിൽ മറ്റൊരു പ്രാവശ്യം കൂടി ഊതപ്പെടും. അപ്പോൾ അവരതാ എഴുന്നേറ്റ് നോക്കുന്നവരായിരിക്കും. ഇത് സൂറത്ത് സുമറിലെ 39 അധ്യായം 68 വചനം. ഈ ആത്മാവുകൾ പല തലമുറകളിൽ നിന്ന് പറക്കുന്നതാണ്. അങ്ങനെ അത് കാഹളത്തിൽ നിന്ന് പറന്ന് ശരീരത്തിലേക്ക് പോകും. അങ്ങനെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവർക്ക് അള്ളാഹുവിൻ്റെ അനുമതിയോടെ ജീവൻ നൽകപ്പെടും. പിന്നെ അവർ നടന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും. പിന്നെ ചില മലക്കുകൾ അവർക്ക് ആത്മാവിനെ മരണസമയത്ത് എടുക്കാനാണ്. ഇതാണ് മരണത്തിൻ്റെ മലക്ക്. അള്ളാഹു പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. മരണത്തിൻ്റെ മലക്ക്, നിങ്ങൾക്ക് നിശ്ചയിച്ച മരണത്തിൻ്റെ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ എടുക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയിലേക്ക് അത് കൊണ്ടുവരും. ഇത് സൂറത്ത് സജ്ദ 32 അധ്യായം 11 വചനാണ്. പിന്നെ സഹായികളായ മലക്കുകളുണ്ട്. അല്ലാഹു പറഞ്ഞു, തവഫത്ഹു റുസൂലനാ വഹും ലാ യുഫർരിതൂൻ. നമ്മുടെ ദൂതന്മാർ, അതായത് മരണത്തിൻ്റെ മലക്കും ആ മലക്കിൻ്റെ സഹായികളും അവൻ്റെ ആത്മാവ് എടുക്കും. അവരുടെ ജോലിയിൽ അവർ ഒരു അവഗണനയും കാണിക്കുകയില്ല.
ഇത് സൂറത്ത് അന്നാം 6-ാം അധ്യായം 61-ാം വചനാണ്. ഇതിനർത്ഥം മരണത്തിൻ്റെ മലക്കിനെ സഹായിക്കുന്നവർ. പിന്നെ ചില മലക്കുകൾ അവർ ഉമ്മയുടെ ഗർഭപാത്രത്തിലുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫതൻ ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يرسل إليه الملك. തീർച്ചയായും നിങ്ങളിലൊരു സൃഷ്ടിയെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് 40 ദിവസമായിരിക്കും. അത് നുത്ഫയായിട്ട്, അത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ബീജമാണ്. പിന്നെ അതൊരു രക്തപിണ്ഡമാവും അത്ര കാലഘട്ടം തന്നെ. പിന്നെ അതൊരു മാംസപിണ്ഡമാവും അത്ര കാലഘട്ടം തന്നെ. പിന്നെ അവനിലേക്കൊരു മലക്കിന് അയക്കപ്പെടും. പിന്നെ ചില മലക്കുകൾ അവർ ആദം സന്തതികളുടെ കർമ്മങ്ങളെ സംരക്ഷിക്കാനാണ്. അള്ളാഹു പറഞ്ഞു, വ ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാത്തിബീൻ. തീർച്ചയായും നിങ്ങളെ വീക്ഷിക്കുന്ന മലക്കുകളുണ്ട്. അവർ ആദരണീയരാണ്. അവർ നിങ്ങളുടെ കർമ്മങ്ങൾ എഴുതുന്നവരാണ്. ഇത് സൂറത്തുൽ ഇൻതിഫാർ 82-ാം അധ്യായം 10-11 വചനങ്ങളാണ്. അപ്പോൾ കർമ്മങ്ങൾ എഴുതുന്ന മലക്കുകളും അവർ അവരുടെ ഉത്തരവാദിത്വം ചെയ്യും. അവർ നമ്മുടെ കൂടെ പകലും രാത്രിയും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാരി. മലക്കുകൾ നമ്മുടെ കൂടെ രാത്രിയും, ചില മലക്കുകൾ നമ്മുടെ കൂടെ പകലും ഉണ്ടായിരിക്കും. അവർ ഫജ്ർ നിസ്കാരത്തിൻ്റെ സമയവും അസ്ർ നിസ്കാരത്തിൻ്റെ സമയവും അള്ളാഹുവിനെ ആരാധിക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വ ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. ഫജ്റിൻ്റെ സമയത്തുള്ള ഖുർആൻ പാരായണം, തീർച്ചയായും ഫജ്റിൻ്റെ സമയത്തുള്ള ഖുർആൻ പാരായണം അത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അത് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മലക്കുകളാണ്. പകലും രാത്രിയും ഉത്തരവാദിത്തമുള്ള മലക്കുകൾ. സൂറത്തുൽ അൽ ഇസ്രാ ആണിത്. 17-ാം വചനം, 17-ാം അധ്യായം 78-ാം വചനം. അപ്പോൾ ഇതിനർത്ഥം മലക്കുകൾ ഇത് ഇവിടെ ഹാജരാവും, സാന്നിധ്യമാകും. അത് രാത്രിയുടെയും പകലിൻ്റെയും മലക്കുകളാണ്. പിന്നെ ചില മലക്കുകൾക്ക് ആദം സന്തതികളുടെ കുട്ടികളെ, ആദമിൻ്റെ മക്കളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. ഈ മലക്കുകൾ ഈ ആദമിൻ്റെ മക്കളെ ദോഷത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, അക്രമികളായ മൃഗങ്ങളിൽ നിന്നും, പാമ്പുകളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുത്തും, അവർ ജീവിക്കുന്നിടത്തോളം കാലം. അപ്പോൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മലക്കുകളാണിത്. അവൻ താഴ്വരയിൽ ഉറങ്ങുമ്പോൾ, ഒരു താഴ്വരയിൽ ഉറങ്ങുകയാണെങ്കിൽ അവിടെ ആക്രമിക്കുന്ന മൃഗങ്ങളും പാമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരാണ് അവനെ പ്രതിരോധിക്കുക? അതിന് അവന് മലക്കുകളുണ്ട്. അള്ളാഹു ഉത്തരവാദിത്തം കൊടുത്തത് ഈ മലക്കുകളെ, ആദമിൻ്റെ മക്കളെ സംരക്ഷിക്കാനാണ്. അള്ളാഹു പറഞ്ഞു, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില മലക്കുകളുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. ഇത് സൂറത്തുർ റഅദ് 13-ാം അധ്യായം 11-ാം വചനമാണ്. ഇതിനർത്ഥം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ മലക്കുകൾ ആദമിൻ്റെ മക്കളെ സംരക്ഷിക്കും.
ദോഷത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവൻ മരിക്കുന്നത് വരെ. മരണസമയമായാൽ ഈ മലക്കുകൾ അവനിൽ നിന്ന് പോകും. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം അവന് മരണം സംഭവിക്കും. പിന്നെ മലക്കുകളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പന, ഭൂമിയിലും ആകാശത്തിലുമുള്ള കൽപ്പന നിറവേറ്റുന്നവരാണ്. അവരെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.